ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ അമ്പാടി സൈഷൂസ് 2.0 ഫസ്റ്റ് വ്ലോഗാണിത്. നമ്മുടെ ഫസ്റ്റ് ചാനലിന് തന്ന സപ്പോർട്ട് ഈ ചാനലിനും ഉണ്ടാവുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിന്നൊരു കുഞ്ഞു വ്ലോഗ് കണ്ടാലോ? നമ്മുടെ ആദ്യത്തെ വ്ലോഗ് ഒരു കുഞ്ഞു വ്ലോഗാണേ. കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കരുതി പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലത്ത് നമുക്ക് ചുമ്മാ ഒരു ഡ്രൈവിന് പോയാലോ? അങ്ങനെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തിയ സ്ഥലമാണ് കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ പാലമുള്ള സ്ഥലം. അതായത് പടഹാരം ബ്രിഡ്ജ് കാണാനാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവായിരുന്നു. ഈ പാലത്തിന്റെ ഓപ്പണിംഗ് സമയത്ത് നമ്മൾ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ വിട്ടുപോയായിരുന്നു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഏകദേശം ഒരു 5 മണി 6 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ പേര് ചൂണ്ടയിടുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ കരുതി അന്ന് ചൂണ്ടയിടുന്ന പോയി കുറച്ച് നേരം പോയി കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോവാണ്. ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് പോവാം, ബ്രിഡ്ജ് കാണാൻ പോവാം. ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. പ്ലാനൊക്കെ ഇട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് താമസിച്ചു. അങ്ങനെ നമ്മൾ ചൂണ്ടയിടുന്ന കാണാനാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാം എടുത്തു തന്നെ എൻ്റെ ബ്രദറാട്ടോ. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു കൈലു. അങ്ങനെ നമ്മളിതാ അപ്പുറത്തെ സൈഡിലേക്ക് ചെറിയൊരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവർക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ചധികം മാറി നിന്നു. നിറച്ച് കാടൊക്കെ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൂടെയൊക്കെ കയറി പോവാൻ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇതാ അങ്ങോട്ട് പോവാണ്. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. വൈകുന്നേരങ്ങളിൽ നല്ല പീസ്ഫുൾ ആയിട്ട് പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് മനസ്സിലായി ട്ടോ. ഈ പടഹാരം ബ്രിഡ്ജും അവിടോട്ട് പോകുന്ന വഴിയൊക്കെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കരുതി ഇനി നെക്സ്റ്റ് നമുക്ക് പാലം കാണാൻ പോകും. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു ചൂണ്ടയൊക്കെ സെറ്റാക്കണം. ഇവിടെ ഒരുപാട് മീനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ പോകണം. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും ചൂണ്ടയൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോകാൻ. നമ്മുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഭാഗത്തോട്ട് വരുന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പിടികിട്ടിയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. അങ്ങനെ ദാ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാൻ വഴി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. എൻ്റെ ബ്രദർ കൈലാസ് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നല്ലൊരു വീഡിയോഗ്രാഫർ കൂടിയാണ്. അവനെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത്. വീഡിയോഗ്രാഫറൊക്കെയാണ്, പക്ഷെ പുള്ളിക്ക് ഫോട്ടോയിലും വീഡിയോയിലും വരാനൊന്നും അധികം താല്പര്യമില്ല. പിന്നെ എൻ്റെ കയ്യിലാണല്ലോ കിട്ടിയത്. ഞാൻ അത്യാവശ്യത്തിന് വീഡിയോ ഒക്കെ പുള്ളി അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ദാ നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോവാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് കാറ് കയറി ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവാം. ആക്ച്വലി കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും നമ്മൾ വകവെച്ചില്ല. വീട്ടിൽ നിന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് മഴയത്ത് കളിക്കണ്ട എന്ന് പറയാൻ ആരും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഫുൾ അങ്ങ് ഫ്രീഡം ആയിരുന്നു. അങ്ങനെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതാ പാലത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മുടെ പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ പാലമാണ് പടഹാരം പാലം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ തകഴിയെയും നെടുമുടിയെയും ബന്ധിപ്പിക്കുന്ന ഇരുനില പാലം കൂടിയാണിത്. ഈ പാലത്തിന്റെ മുകൾ ഭാഗം വാഹനങ്ങൾക്കും അതുപോലെ തന്നെ താഴ്ഭാഗം കാൽനട യാത്രക്കാർക്കും വേണ്ടിയിട്ടാണ് പണിതിരിക്കുന്നത്. കൂടാതെ ഈ പാലത്തിന് 8 വാച്ച് ടവറുകൾ കൂടിയുണ്ട്. നമ്മൾ പോയ ടൈമിൽ പാലമൊക്കെ നല്ല ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അധികം വണ്ടികളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ പാലത്തിലെ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാലത്തിന്റെ താഴെ പോയൊക്കെ നിന്നു. അപ്പോൾ നമ്മൾ കരുതി നടക്കുന്ന ഭാഗത്തോട്ട് കുറച്ച് നടന്ന് ഈ വാച്ച് ടവറിലൊക്കെ കയറി നിൽക്കാൻ പറ്റുമെന്നായിരുന്നു നമ്മുടെ ഒരു ധാരണ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ വാച്ച് ടവറിൽ കയറി നിൽക്കാൻ പറ്റില്ലാന്ന്. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് അതേ സ്പീഡിൽ തിരിച്ചു വന്നു. പിന്നെ കുറച്ച് നേരം കായലൊക്കെ കണ്ട് അങ്ങനെ നിന്നു. ഞാൻ ഈ പാലത്തിനെ പറ്റി ആദ്യം കേൾക്കുന്നത് ഞാൻ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ടൈമിൽ എൻ്റെ അപ്പുറത്തെ ബെഡിലിരുന്ന ചേട്ടൻ വൈഫിനോട് പറയുന്നതാണ് കേട്ടത്. ഇതുപോലെ പാലം ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ പോകണം എന്നൊക്കെ. അപ്പം ഞാനിത് കേൾക്കാത്ത പതി എൻ്റെ ചേട്ടനോടും പറഞ്ഞു, ചേട്ടാ നമുക്കും ഇവിടെ പാലം കാണാൻ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതേപ്പറ്റി പറഞ്ഞു, പക്ഷെ ഞാൻ പിന്നെ ഈ സംഭവമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദർ വന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ പാലം. പാലത്തിൻ്റെ പേര് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്താണ് ഇവിടെ പോയത്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ സ്ഥലം. നടപ്പൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അധികം നടക്കാറില്ലല്ലോ. എവിടെ പോണേലും കാറിൽ കയറി പോകുന്നതുകൊണ്ട് നടപ്പേ ഇല്ല. അതുകൊണ്ട് കുറച്ച് കയറിയപ്പോഴേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അധികം ദൂരം നമ്മൾ പോയിട്ടില്ലായിരുന്നു.
എന്നാ പിന്നെ നമ്മൾ കരുതി കുറച്ച് നേരം കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാന്ന്. അങ്ങനെ ദാ കായലിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇപ്പം ഏകദേശം ഒരു 6:30 ഉണ്ടായിട്ടുണ്ടായിരുന്നു ടൈം. അപ്പം നമ്മൾ കരുതി ഇനി ലൈറ്റൊക്കെ ഇടുന്ന അതും കൂടി കണ്ടിട്ട് വേണം വീട്ടിൽ പോവാൻ എന്നുള്ള ധാരണയായിരുന്നു. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ലൈറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ വെയിറ്റിംഗ്. ഇവിടെ അളിയനും എന്തോ കാര്യമായിട്ടുള്ള സംഭാഷണത്തിലാണ്. അവരുടെ സംഭാഷണം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയെടുക്കുന്നുണ്ട്. ലൈറ്റ് ഇട് എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ നിപ്പ്. പക്ഷെ എന്ത് ചെയ്യാനാ? നമുക്ക് ലൈറ്റ് ഇട്ട് കാണാനുള്ള ഭാഗ്യം ഇന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ച് നിന്ന് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. 7 മണിയായി. എന്നിട്ടും അവര് ലൈറ്റ് ഇട്ടില്ല. ഇനിയിപ്പോൾ ലൈറ്റിന് എന്തെങ്കിലും തകരാറാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. പയ്യെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ എന്തായാലും അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്ഥലം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നമുക്ക് കുറച്ച് നല്ലതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ഇനി ഫാമിലിയൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. ലാസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഒരു കിടുക്കാച്ചി സീനും കൂടി ഇരിക്കട്ടെ. അങ്ങനെ ദാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഈ ചാനലിലെ. അപ്പം നിങ്ങളെൻ്റെ ലാസ്റ്റ് വ്ളോഗ്സിനൊക്കെ തന്ന സപ്പോർട്ട് ഇതിനും ഉണ്ടാവും തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാലത്തിൻ്റെ ഒരു ഡ്രോൺ കാഴ്ചകളോട് കൂടി നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഗായ്സ്.